ഫസ്റ്റ് ഞാൻ പറയുന്നത് എന്റെ ജീവൻ രക്ഷിച്ചത് അമ്മയാണ്. എന്താ കാരണം പറഞ്ഞാൽ ഞാൻ മരണത്തിന്റെ അടുത്ത് പോയിട്ട് വന്നതാണ്. അമ്മയാണ് എനിക്ക് പിന്നെ ശിവന്റെ അടുത്ത് പോരാടി രക്ഷപ്പെടുത്തി എന്നെ കൊണ്ടുവന്ന് നിർത്തിയത്. അത് കഴിഞ്ഞ് കുറച്ച് കൊല്ലം കഴിഞ്ഞുകൊണ്ട് എനിക്ക് നീർക്കെട്ടി വിട്ടൊരു ഓപ്പറേഷൻ ചെയ്തു. അത് 3 പ്രാവശ്യം ചെയ്തിട്ട് എനിക്ക് പിന്നെ അതേമാതിരി വന്നപ്പോ ഞാൻ നമ്മുടെ ചന്ദനം വാങ്ങിച്ചു വെച്ചിട്ട് അത് തടവി കയറുന്നത് പിന്നെ ആ നീർക്കെട്ടിയെ ഇല്ലാണ്ട് പോയി. എനിക്ക് ഇപ്പൊ യാതൊരു അസുഖവും. നമസ്കാരം, സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പൊ ഞാനെന്നുള്ളത് പുലാപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. പാലക്കാട്ടെ വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പുലാപ്പറ്റ. ഒരുപാട് ക്ഷേത്ര സമുച്ചയങ്ങളുള്ള ഒരു സ്ഥലം കൂടിയാണ് പുലാപ്പറ്റ. പ്രശസ്തമായ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് പുലാപ്പറ്റയിലെ ചോറ്റാനിക്കര ക്ഷേത്രം. നിരവധി ആളുകൾ അവരുടെ പ്രശ്നങ്ങളുമായിട്ട് ഇവിടെ വരും. ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം അമ്മ ഇവിടുന്ന് കൊടുക്കുന്നുള്ളതാണ്. അമ്മയുടെ മുന്നിൽ വന്നിട്ട് നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് അതിന് പരിഹാരം ചെയ്യുന്നുള്ളതാണ്. അപ്പൊ അതിന് നിരവധി ആളുകൾ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും കുറെ ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇവിടുത്തെ വഴിപാടുകളെ കുറിച്ചും ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ നമുക്ക് അമ്മയോട് നേരിട്ട് ചോദിച്ചറിയാം. അപ്പൊ അമ്മ അതിന്റെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞുതരും. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഇത് അറിയപ്പെടാത്ത ആളുകളിലേക്കും അറിയപ്പെടാത്ത ദേശങ്ങളിലേക്കും എത്തട്ടെ. അപ്പൊ നമുക്ക് ഇവിടുത്തെ വഴിപാടുകളെ കുറിച്ചും ഇവിടുത്തെ ചടങ്ങുകളെ കുറിച്ചും ഇവിടുത്തെ ആചാരങ്ങളെ കുറിച്ചും ഒക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. നമസ്കാരം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്നെനിക്ക് അമ്മയെ പറ്റി പറയാൻ അളവല്ല, അളക്കാനും പറ്റില്ല. അത്രയ്ക്കും ഈ അമ്മ വരുന്ന ജനങ്ങളെ എങ്ങനെ തൃപ്തിപ്പെടുത്തണമെന്ന് പറയാനും പറ്റാത്ത വാക്കുകളാണ് എനിക്ക്. പിന്നെ രണ്ടാമത്തെ കാര്യം, വിശ്വസിച്ച് വരുന്നവർക്ക് അമ്മ ഇതുവരെയ്ക്കും കൈവടിഞ്ഞിട്ടില്ല. അവിശ്വാസമായി വന്നവർക്കൊന്നും ഇതുവരെ കാര്യം സാധിച്ചിട്ടുമില്ല. സത്യസന്ധമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ അമ്മയുടെ അടുത്ത് ചോദിച്ച എന്താണോ അവർ ചോദിച്ച ആവശ്യപ്പെട്ടച്ച അത് പ്രകാരം നടന്നിരിക്കും. ഇപ്പതാ കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ 27 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൂട്ടരുടെ കല്യാണം കഴിഞ്ഞ് 27 വർഷമായിട്ടും ഡോക്ടർമാരും എല്ലാവരും വിധി തള്ളിയതാണ്, കുട്ടികളുണ്ടാവില്ല. അങ്ങനെ ഇവിടെ വന്നപ്പോൾ നാഗപൂജ 3 എണ്ണം ചെയ്യുമോ പറഞ്ഞു. നാഗപൂജ ചെയ്തു. 3ാമത്തെ പ്രാവശ്യം അവർ വന്നു പോകുമ്പോൾ പറഞ്ഞു, ഞാനിനി കുട്ടികളുണ്ടായിട്ടേ ഇങ്ങോട്ട് വരൂ. ആയിക്കോട്ടെ, ഒരു അന്നദാനം പ്രാർത്ഥിച്ചോളൂ പറഞ്ഞു. കാര്യം നിസ്സാരാണ്, പക്ഷെ അത് നമുക്ക് വലിയ സമ്പത്താണ്. എങ്ങനെ 2 കുട്ടികളെയും കൂടെ ഇവിടെ വന്നു സുഖമായിട്ട് അവര് അന്നദാനം നടത്തി സുഖമായിട്ട്. അങ്ങനെ ഓരോരോ അനുഭവങ്ങളും നമുക്ക് ഈ ക്ഷേത്രത്തിൽ നടത്തി വരാറുണ്ട്. വർഷങ്ങളോളായിട്ട് നടത്തി വരാറുള്ളത് എൻ്റെ അച്ഛനായിട്ടും അവരെല്ലാവരുമായിട്ട് നടത്തി വരുന്നതാണ് അയ്യപ്പന്മാട്ട്. അത് ഇന്ന് വരയ്ക്കും എന്നെ കൊണ്ടു നടത്താൻ അയ്യപ്പസ്വാമി മുമ്പിൽ നിന്നിട്ട് തന്നെ സാധിപ്പിച്ചു തരുന്നുണ്ട് എനിക്ക്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന വെച്ചാൽ എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. എല്ലാ ദൈവങ്ങളും സർവേശ്വരന്മാരിവിടെ ശരിക്കും പറഞ്ഞ നല്ല അനുഗ്രഹത്തോടു തന്നെ ഇരിക്കണം. പക്ഷെ ശുദ്ധം, ചിട്ട, മത്സ്യമാംസങ്ങൾ കഴിച്ചിട്ട് ഇവിടെ വരാൻ പാടില്ല. ഈ 3 കാര്യമാണ് ഇവിടുത്തെ നിർദ്ദേശം. ചോറ്റാനിക്കരമ്മ, കീഴ്ക്കാവിലമ്മ, ഗണപതി, സുബ്രഹ്മണ്യസ്വാമി, അയ്യപ്പൻ, നാഗങ്ങള്, വീരഭദ്രസ്വാമി, എൻ്റെ ഗുരുകാരണവന്മാര്, ഭുവനേശ്വരി, ഇത്രയും ദൈവങ്ങൾ ഇവിടെ ഉണ്ട്. ഇവരൊക്കെ ദിവസം അതിനനുസരിച്ച് പൂജാ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ തൃപ്തിപ്പെടുത്തുകൊണ്ട് നടക്കുകയാണ്. ഒന്നിനും ബുദ്ധിമുട്ടില്ല. എനിക്കിപ്പോൾ എന്താണ് ആവശ്യം ഇവിടേക്കെന്ന് വെച്ചാൽ ആ സമയത്ത് ആ ഭക്തജനങ്ങൾ വന്നിട്ട് അത് മുമ്പിൽ വെക്കും, തിരുമുമ്പിൽ. അത് ഇന്ന് വരയ്ക്കും സത്യമായിട്ടുള്ള വാക്കാണ്. എന്താണോ നമുക്ക് മനസ്സിൽ വിചാരിക്കുന്നത് അത് നടയിലെത്തിക്കൊണ്ടിരിക്കും. പ്രതിഷ്ഠാദിനം, തുള്ളല്, അയ്യപ്പൻ വിളക്ക്, മാസത്തിൽ അഖണ്ഡനാമം, ഭുവനേശ്വരി പൂജ, ഈ 5ഉം എല്ലാ ദിവസവും നടത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും നാമങ്ങളെ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് അന്നദാനം നിത്യം കൊടുക്കുന്ന സ്ഥലമാണ് ഇവിടെ. 30 ദിവസം വന്നാലും ശരി, 35 ദിവസം വന്നാലും ശരി, 306 ദിവസം വന്നാലും ഇവിടുന്ന് ഭക്ഷണം കൊടുക്കും. അത് എൻ്റെ ഒരു പ്രധാന ഇതാണ്, വഴിപാടാണ് ഇവിടെ. ആര് വന്നാലും ഭക്ഷണം കൊടുക്കുക, വയർ നിറച്ച് കൊടുക്കുക. അത് ഇന്ന് വരെ നടത്തി തന്നിട്ടുണ്ട്. എനിക്ക് ഒരു കുറവും ഇതിന് വരുത്തിയിട്ടില്ല. പിന്നെ ഇവിടെ ഒരു നോട്ടീസ് അടിച്ചിറക്കുക, അല്ലെങ്കിൽ വിസിറ്റിംഗ് കാർഡ്, അല്ലെങ്കിൽ മൈക്ക് അനൗൺസ്മെന്റ്, യാതൊന്നുമില്ല. കാരണം അത് എനിക്ക് അതിൻ്റെതായ ആവശ്യം എനിക്കില്ല. കാരണം ഭഗവതി അറിഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇവിടെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതാണ്. എന്നെ പറ്റിയിട്ട് അറിവ് മറ്റൊരാളടുത്ത് പറയാൻ പാടില്ലല്ലോ. എനിക്കിങ്ങനെ ശക്തിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ദേവിക്ക് ഇത്ര ശക്തി ഉണ്ട് ഞാൻ ആരെയും വിളിച്ചു വരുത്താറില്ല. അവരവരെ കേൾവി കേട്ടിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഇത്രയും വന്നിരിക്കുന്ന ജനങ്ങൾ മൊത്തം. അല്ലാണ്ട് ഞാൻ അനൗൺസ്മെന്റ് പറയേ അല്ലെങ്കിൽ നോട്ടീസ് അടിക്കുക, പബ്ലിസിറ്റി ഇതുവരെ ഉണ്ടായില്ല. 25 വർഷമായി ഇതുവരയ്ക്കും ഒരു നോട്ടീസ് കൊടുക്കുക അല്ലെങ്കിൽ പബ്ലിസിറ്റി ചെയ്യാം ഒന്നും ഉണ്ടായിട്ടില്ല. അറിഞ്ഞ് വന്നതാണ് ഇത്രയും കാലത്ത്. എനിക്ക് ആരെയും പോഴ്ത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എനിക്ക് എന്താണോ അമ്മ തന്നിരിക്കുന്നത് അത് കിട്ടിയത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുക, അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട്. എന്തെന്ന് വെച്ചാൽ ഇവിടെ വന്ന് അമ്മയുടെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ 4 പേരും പറഞ്ഞു കഴിഞ്ഞാൽ അച്ചട്ടായിട്ട് പറഞ്ഞു കൊടുക്കും. രണ്ടാമത്തെ കാര്യം,
വഴിപാടുകൾ എന്തെന്ന് വെച്ചാൽ അലങ്കാര പൂജയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട്. ഉദ്ദിഷ്ട കാര്യത്തിന് അലങ്കാര പൂജ. നിറയെ വഴിപാടുകളൊന്നും ഇവിടെ ആരും അമ്മ കൽപ്പിക്കാറില്ല. അപ്പം, പാനകം, അട, പാൽപ്പായസം, ഇതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. അതേപോലെ വീരഭദ്രസ്വാമിക്ക് വെറ്റിലമാല, വടമാല, പാല് കുറുക്കുക. 1 ലിറ്റർ പാലില് 1 കിലോ ശർക്കര ചേർത്തി കുറുക്കി കൊടുക്കുന്ന വഴിപാടാണ് പ്രധാന വഴിപാട്. അതേപോലെ നാഗങ്ങൾക്ക് അതിൻ്റെതായ വഴിപാട് 100 പാല്. അതേപോലെ ഗണപതിക്ക് ഒറ്റ, സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതാഭിഷേകം, ഭസ്മാഭിഷേകം, പാലഭിഷേകം, അയ്യപ്പസ്വാമിക്ക് ഇതാ വർഷത്തിലൊരിക്കൽ അയ്യപ്പൻ പാട്ട്, കാണിപ്പാട്ട്, അഖണ്ഡനാമം, അതേപോലെ മെയ് മാസത്തിൽ പ്രതിഷ്ഠാദിനം, ഇതെല്ലാം ഇവിടെ ചടങ്ങ് നടത്താറുണ്ട്. അപ്പൊ ആളുകളോട് നമ്മൾ ഒരു മൈക്ക് അനൗൺസ്മെന്റോ അല്ലെങ്കിൽ പബ്ലിസിറ്റിയോ ഒന്നും ഇവിടേക്കില്ല. കാരണം അതിന്റെ ആവശ്യം ഇവിടെ അമ്മ വേണ്ടാന്ന് പറഞ്ഞിരിക്കണം. അനൗൺസ്മെന്റ് അതൊന്നും വേണ്ട. അമ്മയെ ആശ്രയിച്ച് തേടി വരുന്നവർക്ക് അമ്മ അഭയം കൊടുക്കുക, അത്രേ ഉള്ളൂ. വരുന്നവർക്ക് ഭക്ഷണം, വസ്ത്രം, അതേപോലെ എന്നാൽ കഴിയുന്നത് ഇവിടുന്ന് ഞാൻ ദാനധർമ്മമായിട്ട് കൊടുക്കാറുണ്ട്. ഇവിടുത്തെ ഇഷ്ടപ്പെട്ട വഴിപാട്, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വഴിപാട് അന്നദാനമാണ്. അന്നദാനം, അതേപോലെ പാവങ്ങളെ സഹായിക്കുക. ഇതൊന്നും ഞാൻ ആരടുത്തും പോയി കൈനീട്ടിയിട്ടുമില്ല, കൈനീട്ടാറുമില്ല. ഇവിടെ കിട്ടുന്നതായ വരുമാനം കൊണ്ട് പൊതുജനങ്ങളെ സഹായിക്കുക. അതായത് പാവപ്പെട്ടവർക്ക് വസ്ത്രദാനം. ഇപ്പൊ ഈ ഓണത്തിന് 100 കിറ്റ്, അതേപോലെ അരി സാധനങ്ങളെല്ലാം ഒരു 100 കിറ്റ് വിതരണം നടത്തി, ഓണക്കിറ്റ്. അത് പ്രകാരം 100 സാരികള്, അതേപോലെ വസ്ത്രങ്ങള്, സാരി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കണ്ടായി. അതേപോലെ തന്നെ അതും തന്നെ വിജയദശമി ദിവസങ്ങളിൽ അവിടെ പ്രധാനപ്പെട്ട വഴിപാട് കന്യക കുട്ടികളെ വെച്ച് പൂജിക്കുക. അത് ചെയ്തു. അതിന് വള, കരിവള, ക്യൂടെക്സ് മുതൽക്ക് ഒരു സ്ത്രീ കുട്ടികൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ ദാനധർമ്മമായി കൊടുത്തു. അതൊന്നും നമ്മൾ ആരുടെ സ്പോൺസറോ വഴിപാടോ ചെയ്തതല്ല. ഒക്കെ അമ്മയിലൂടെ നിർദ്ദേശപ്രകാരം ഓരോരുത്തർ ഇവിടെ കൊടുന്ന് കാഴ്ചവെക്കും. എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മള് ലാപ്പറ്റ ചോട്ടാനിക്കര നമ്മുടെ അവിടെ വിളക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗംഭീരമായിട്ട്. ഞാൻ ഇവിടെ 8 വർഷമായിട്ട് സ്ഥിരമായി വരുന്ന ഒരു ഭക്തയാണ്. മാസത്തിലൊന്നെങ്കിലും വന്ന് ഞാൻ അമ്മയെ കണ്ട് തൊഴുതിട്ട് പോണതാണ്. പക്ഷെ ഇതെന്റെ ആദ്യത്തെ അനുഭവമാണ് ഈ അയ്യപ്പൻ വിളക്കിൽ ഞാൻ അന്ന് പങ്കുകൊണ്ടത്. ഗംഭീരമായിട്ട് ഞാൻ ഇതിൽ മുഴുവൻ ഭക്തിയിൽ ഇതായി. അത്ര കൊണ്ട് നന്നായിട്ട് നിങ്ങൾ ഒന്ന് ഇതില് പങ്കുചേരണമെന്ന് എനിക്ക് പറയണം. ഒന്ന് വന്ന് അമ്മയെ കണ്ട് തൊഴുതിട്ട് ഇതുമാതിരിയുള്ള ഉത്സവത്തിൽ വന്ന് പങ്കുചേരാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടണം. നമ്മൾ ശബരിമലയിലേക്ക് നമുക്ക് പെണ്ണുങ്ങൾക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഇത് നമുക്ക് നന്നായി അയ്യപ്പനെ തൊഴുതി നമ്മുടെ ആ ദർശനം കിട്ടുന്ന അനുഭവം ഉണ്ടല്ലോ, അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചോറ്റാനിക്ക് അവിടെ നടയിൽ വെച്ചിട്ട് എനിക്ക് അമ്മയുടെ ആ ശക്തിയും അയ്യപ്പന്റെ ഈ ഭക്തിയും കൂടി ഞാൻ എങ്ങനെ പറഞ്ഞറിയിക്കാൻ എനിക്കറിയില്ല. സന്തോഷമുണ്ട്. എനിക്ക് ഇതിൽ പങ്കുകൊള്ളാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. വരും വർഷങ്ങളിലും വന്ന് എനിക്ക് പങ്കുചേരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ശിവദാസ്. ഞാൻ മുണ്ടൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളിവിടെ വരാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷമെങ്കിലാവും. എൻ്റെ ഭാര്യയ്ക്ക് ഒരു ഡിപ്രഷൻ്റെ ഒരു അസുഖം കാരണമാണ് ഇവിടെ വന്നത്. ഉറക്കമില്ലായിക, അങ്ങനെ ഒരു പ്രശ്നം കൊണ്ട് വന്നതായിരുന്നു. അമ്മയുടെ അടുത്ത് വന്നു, കാര്യങ്ങൾ പറഞ്ഞു. അമ്മ ഒരു ഭസ്മം തന്നു, ഉരുട്ട് നാക്ക് വെച്ചു. അന്ന് രാത്രി വീട്ടിൽ പോയി സുഖമായിട്ട് ഉറങ്ങി. മാസങ്ങളോളം ഉറക്കമില്ലാതെ വന്നതാണ്. അങ്ങനെ ഇവിടെ വന്ന് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അന്ന് രാത്രി പോയി സുഖമായിട്ട് ഉറങ്ങി. അന്ന് മുതൽ ഞങ്ങൾ ഈ അമ്മൻ്റെ അടുത്ത് എന്ത് കാര്യത്തിലും ഇവിടെയാണ് വരിക. എല്ലാ അമ്മൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ലപോലെ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നു. അതുമാതിരി പല ഭാഗത്തുനിന്നും ആളുകൾ അറിഞ്ഞ് വരുന്നുണ്ട്. എല്ലാവർക്കും അനുഗ്രഹം കിട്ടുന്നുണ്ട്, അമ്മയുടെ അനുഗ്രഹം. ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ അമ്മേനെ കാണുന്ന തുടങ്ങിയാണ്. ഞാനൊക്കെ ചെറിയ സൗസറിട്ട് പ്രായത്തിൽ വന്നപ്പോൾ ഞാൻ അമ്മനെ ചെറിയ കുട്ടിയാകുമ്പോൾ കാണുന്ന തുടങ്ങിയാണ്. അപ്പം ഇവിടെ ഞാൻ കുറെ പണിയെടുത്തിട്ടുണ്ട്. അതേപോലെ എൻ്റെ അമ്മ പറഞ്ഞ എൻ്റെ ഒരു ചേച്ചിയാണ്, ദൈവമാണ്, എല്ലാം അമ്മയാണ്. അവര് പറഞ്ഞത് ഞങ്ങൾ അനുസരിക്കും. എന്താ കാരണം പറഞ്ഞാൽ അത്രയും സ്നേഹം ബഹുമാനാണ് അമ്മനെ. അപ്പോൾ അത്രയും എന്താ പറയുക, അത്രയും ചങ്കാണ് എൻ്റെ അമ്മ. അവരെ അത്രയും ബഹുമാനിക്കുന്നുണ്ട്. അതേപോലെ 2 മക്കളുണ്ട്, ഒന്ന് ഗിരീഷ്, ഒന്ന് രാഹുല്. അവരെന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ്. ഞാനിപ്പോൾ എൻ്റെ കട അടച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എന്താ കാരണം ഒരു 4, 5, 5 വരെ 6 മണി വരെ ഞാൻ പണിയെടുത്തു. പക്ഷെ അമ്മേനെ ഞാൻ കണ്ടു. അമ്മ പറഞ്ഞു വരണം പറഞ്ഞു. അത് ഞാൻ അമ്മ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഞാൻ വരും. എന്നാണ് എനിക്ക് അത്രയും സ്നേഹം ബഹുമാനാണ് അവർ. ഫസ്റ്റ് ഞാൻ പറയുന്നത് എന്റെ ജീവൻ രക്ഷിച്ചത് അമ്മയാണ്.
എന്താ കാരണം പറഞ്ഞാൽ ഞാൻ മരണത്തിന്റെ അടുത്ത് പോയിട്ട് വന്നതാണ്. അമ്മയാണ് എനിക്ക് പിന്നെ ശിവന്റെ അടുത്ത് പോരാടി രക്ഷപ്പെടുത്തി എന്നെ കൊണ്ടുവന്ന് നിർത്തിയത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞുകൊണ്ട് എനിക്ക് നീർക്കെട്ടി വിട്ടൊരു ഓപ്പറേഷൻ ചെയ്തു. അത് 3 പ്രാവശ്യം ചെയ്തിട്ട് എനിക്ക് പിന്നെ അതേമാതിരി വന്നപ്പോ ഞാൻ നമ്മുടെ ചന്ദനം വാങ്ങിച്ചു വെച്ചിട്ട് അത് തടവിക്കുന്നത് പിന്നെ ആ നീർക്കെട്ടിയെ ഇല്ലാണ്ട് പോയി. എനിക്ക് ഇപ്പൊ യാതൊരു അസുഖവും ഇല്ല. നമ്മുടെ അടുത്ത് വർഷം വരുന്നുണ്ട്. ഞാൻ വന്ന് ഇവിടെ തൊഴുതിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് യാതൊരു പ്രശ്നവും വരുന്നില്ല. പിന്നെ ഞാൻ വന്നിട്ട് പെട്ടെന്ന് വിചാരിക്കും അമ്മയെ കാണാൻ പോണം സമയത്ത് എന്റെ അടുത്ത് കാശുണ്ടാവില്ല. കാശില്ല പറയുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തെക്കാൻ കൊണ്ടുവരും. കാശ് തന്നിട്ട് തുണിയും തന്നിട്ട് പോകും. പിറ്റേ ദിവസം ഞാൻ അവിടെ പുറത്തിട്ട് വരും. ഇതേ വേണ്ടിയാണ് ഞാൻ എന്റെ ജീവിതം നടത്തിയിട്ടിരിക്കുന്നത്. ഇന്നേ വരെയ്ക്കും ശരി. ഇപ്പൊ അമ്മ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തും, ഓടിയെത്തും. അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. എൻ്റെ പേര് സുനിൽ. എൻ്റെ വീട് വന്നത് കോണിക്കഴിയിലാണ് ഇരിക്കുന്നത്. അമ്മേനെ പറ്റി അഭിപ്രായം പറയാച്ചാൽ 100-ൽ 99% ഓക്കെയാണ്. എൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ നിറവേറ്റി തന്നിട്ടുണ്ട്. ഞങ്ങൾ അമ്മയെ പരിചയപ്പെട്ട് ഞാനിപ്പോൾ ഒരു 8 വർഷത്തോളമായി. ഈ 8 വർഷത്തിൻ്റെ ഉള്ളിൽ എനിക്ക് നടന്ന സംഭവങ്ങളെല്ലാം യഥാർത്ഥമാണ്, അത് സത്യമാണ്. അതിപ്പോൾ ആർക്കും പറഞ്ഞാൽ വിശ്വസിക്കില്ല. അതിനാണ് അനുഭവപ്പെട്ടാലാണ് അറിയുള്ളൂ അതിനെ പറ്റിയിട്ട്. എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. എൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ നിറവേറ്റി തന്നിട്ടുണ്ട്. ആദ്യം എൻ്റെ മോളുടെ വിവാഹമായിരുന്നു, അത് അമ്മ നിറവേറ്റി തന്നു. പിന്നെ ചെറിയ ഓരോ കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ എനിക്ക് നിറവേറ്റി തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് നന്ദി പറയുന്നു. അമ്മയെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെ എപ്പോഴും. എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ചോറ്റാനിക്കരമ്മ. ഞാൻ വലിയ ഒരു ഇതില്ലാത്തൊരിതായിരുന്നു. എനിക്ക് പണി കാര്യങ്ങളൊക്കെ ധാരാളം ഇപ്പോഴും തന്നിട്ടുണ്ട്. ചോറ്റാനിക്കരമ്മ, പുലാപ്പറ്റ ചോറ്റാനിക്കരമ്മള് എൻ്റെ അടുത്ത് ഞാൻ അമ്മയുടെ അടുത്ത് വന്നിട്ടുള്ള അനുഭവങ്ങളാണ് പറയാൻ പോകുന്നത്. അമ്മ എനിക്ക് വളരെ എല്ലാം പ്രിയപ്പെട്ടതാണ്. എൻ്റെ അമ്മ എല്ലാം അമ്മയുടെ ഇഷ്ടം പോലെയാണ് ഞാൻ എല്ലാം ചെയ്തു വന്നിട്ടുണ്ട്. അമ്മയെ അടുക്കും തോറും അമ്മ മക്കളെ വാത്സല്യത്തോടെ മടിയിൽ വെച്ച് താലോലം പോലെ മക്കളെ നോക്കി വളർത്തിക്കൊണ്ടുവരും. എന്തൊരാപത്ത് ഘട്ടത്തിലും അമ്മ മക്കളെ വിളിച്ച് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരും. അമ്മ ഒരു പ്രത്യേക തരം അമ്മയാണ്. മക്കളെ നല്ല രീതിയിൽ നോട്ടവും എല്ലാം. എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഞാൻ ആകെ വിഷമത്തിലായിരുന്നു. എല്ലാം പോയി എന്നുള്ള നിലയിൽ ഞാൻ കുറേ കഷ്ടപ്പെട്ടു. അമ്മയായി അടുത്ത ശേഷം എനിക്ക് കഷ്ടപ്പാട് എല്ലാം എൻ്റെ അമ്മ തീർത്തു തന്നിട്ടുണ്ട് ഇതുവരെ. ഇപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അമ്മയെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അമ്മ അതിനുള്ള മറുപടി പറഞ്ഞു തരാറുണ്ട്. അമ്മ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആളാണ്. ആർക്കും അമ്മ സഹകരണം. അമ്മയെ എന്ത് ചെയ്യുമെന്ന് വിളിച്ച് നിലവിളിച്ചാൽ കഴിഞ്ഞാൽ അമ്മ ഉടനെ ഒരു മറുപടി തരുന്നതായിരിക്കും. അമ്മ ശരണം, ദേവി ശരണം. എൻ്റെ പേര് നരൻ പുലാപ്പറ്റ എന്നാണ്. ഈ ചോറ്റാനിക്കര അമ്മയുടെ ക്ഷേത്രത്തിലാണ് കുറേ വർഷങ്ങൾ ഞാൻ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ ഇവിടുത്തെ പണിക്കാരിയാണ്. അതുപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠനും ഏടത്തേമിയും അതുപോലെ തന്നെ മക്കളും എല്ലാവരും, ഞങ്ങളെല്ലാവരും കുടുംബപരമായിട്ട് തന്നെ ഇവിടെ ഉള്ള ആളുകളാണ്. പിന്നെ എല്ലാ വർഷവും നടത്തുന്ന എല്ലാ ആഘോഷങ്ങളിലും ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സറിഞ്ഞ് അമ്മയെ പ്രാർത്ഥിച്ചാൽ, അതല്ലെങ്കിൽ വേദനയോടെ വന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അമ്മ സഹായിക്കാറുണ്ട്, കൂടെ നിൽക്കാറുണ്ട്. ഇന്നും അന്നും നമുക്ക് വിശ്വാസത്തോടു കൂടി തന്നെ വരാൻ പറ്റുന്ന ഒരു അമ്പലമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടുത്തെ ഗിരിജ ചേച്ചി, അതുപോലെ തന്നെ എൻ്റെ അമ്മ അന്ന് അവരുടെ ഒപ്പമുണ്ടായിരുന്ന ആളാണ്. അവർക്ക് കിട്ടിയ ഒരു വെളിപാടിൽ നിന്നാണ് ഇന്ന് ഈ കാണുന്ന ക്ഷേത്രം നിലനിൽക്കുന്നത്. അവരുടെ തറവാട്ട് ദൈവവും അതുപോലെ തന്നെ ചോറ്റാനിക്കരമ്മയുടെ സ്വാധീനം എല്ലാം കൂടി ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്ഷേത്രമാണ്. തീർച്ചയായിട്ടും വരുന്ന ഭക്തന്മാർക്ക് ഇവിടുന്ന് നിരാശരായിട്ട് വന്നിട്ടില്ല. വരുന്നവർ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ വർഷവും അതുപോലെ തൊഴുകാനായാലും മറ്റുള്ള കാര്യങ്ങളായാലും തമിഴ്നാട്ടിൽ നിന്നും മറ്റ് ദേശങ്ങളിൽ നിന്നും ഒക്കെ ആളുകൾ എത്തുന്നുണ്ട്. എൻ്റെ വിശ്വാസം എപ്പോഴും ഈ ദേവിക്ക് ശക്തി ഉണ്ട് എന്നുള്ളതാണ്. കാരണം അത് പലപ്പോഴും തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ കുറച്ച് മാറി നിന്നെങ്കിലും നമ്മുടെ തിരക്കുകളൊക്കെ കാരണം അങ്ങനെ വരാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നേരത്തെ ഒരുപാട് അനുഭവം എനിക്കുള്ളതാണ്. ഇവിടുന്ന് കെട്ട് നിറച്ചിട്ട് എത്രയോ തവണ ഞാൻ ശബരിമല കയറിയിട്ടുണ്ട്. ഇവിടുത്തെ രാജേട്ടൻ്റെ കൂടി അതുപോലെ
ഇവിടുത്തെ മക്കളുടെ കൂടെയൊക്കെ. എന്തായാലും അന്നും ഇന്നൊക്കെ ആ ഒരു ശക്തി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മളെന്നും മനസ്സിൽ പ്രാർത്ഥിക്കാറുണ്ട്, ആരാധിക്കുന്നുണ്ട്. എന്തായാലും വരുന്ന ആളുകളെ ഒന്നും നിരാശരാക്കാറില്ല. വരുന്ന ആളുകളുടെ സങ്കടങ്ങൾ അറിഞ്ഞ് ആ ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ ഇന്ന് പലരും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വന്ന് തൊഴുത് പോയ ആളുകൾ, അല്ലെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയ ആളുകൾ, ഇവിടെ വന്ന് വഴിപാടുകൾ ചെയ്തു പോയ ആളുകളൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളും അവരുടെ ദുരിതങ്ങളൊക്കെ മാറി, അവരുടെ സങ്കടങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ തന്നെ അവർക്ക് മുന്നോട്ട് പോകാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു ദിവസം, ഈ അയ്യപ്പൻ വിളക്ക് മഹോത്സവ ദിവസം തന്നെ ഇത്രയും ജനങ്ങൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അമ്മയുടെ സഹായം, അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഈ ദേവി എന്നും നീണാൾ വാഴട്ടെ, നമുക്കൊക്കെ എന്നും അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇവിടേക്ക് എത്താനുള്ള വഴി പാലക്കാട്ട് നിന്നാണെങ്കിൽ കല്ലടിക്കൂടുന്ന് പുലാപ്പറ്റയിലേക്കുള്ള റോഡ് വഴി വരാം. അതല്ലെങ്കിൽ പാലക്കാട്ട് നിന്ന് ചെർപ്പളശ്ശേരി റൂട്ടിൽ കൊട്ടശ്ശേരി എന്ന് ഉമ്മനേഴി പുലാപ്പറ്റയ്ക്ക് വരാം. അതുമല്ലെങ്കിൽ ശ്രീകൃഷ്ണപുരം, ചെർപ്പളശ്ശേരി നിന്നാണെങ്കിൽ ശ്രീകൃഷ്ണപുരം വഴി വന്ന് കുളക്കാട്ട് കുറിശി പുലാപ്പറ്റയ്ക്കുള്ള റോഡ് മാർഗം വരാം. ഇതേപോലെ തന്നെ മണ്ണാർക്കാട് ഭാഗത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ മണ്ണാർക്കാട് സുൽത്താൻ റോഡ് വഴി വന്ന് ഉമ്മനേഴി എത്തി അവിടുന്ന് പുലാപ്പറ്റ സെന്ററിൽ വന്നാൽ മതി. പുലാപ്പറ്റ സെന്ററിൽ നിന്ന് ഒരു 1 കിലോമീറ്ററിന് അടുത്ത് മാത്രമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരമുള്ളത്. അപ്പോൾ ഏത് വഴി വന്നാലും തീർച്ചയായിട്ടും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് നമുക്ക് എത്താൻ പറ്റും, ക്ഷേത്ര പരിസരത്ത് എത്താൻ പറ്റും.